കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച. ജല അതോറിറ്റിയിലേക്ക് എത്തുന്ന ചെക്കുകളും ഡിഡികളും ട്രഷറി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ല എന്ന് CAG കണ്ടെത്തി. സർക്കാരിലേക്ക് എത്തേണ്ട നികുതി പണം നഷ്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് വിവരങ്ങൾ? സംസ്ഥാന സർക്കാരിൻ്റെ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട തുക അത് കൃത്യമായി ലഭിക്കുന്നില്ല. അത് ഈ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ അനാസ്ഥയാണെന്നാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുണ്ടാകുന്നത്. ഗുരുതരമായ കണ്ടെത്തലുണ്ടാകുന്നത്. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധി അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. അതിനിടയിലാണ് നികുതി പിരിവുകൾ പോലും സർക്കാർ അതിൽ കാര്യക്ഷമമായി നടത്തുന്നില്ല എന്നത് അതിൻ്റെ കൂടി തെളിവായിട്ടാണ് ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഗുരുതരമായൊരു വിമർശനം CAG റിപ്പോർട്ടിൽ മേൽ പറയുന്നുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഈ വാട്ടർ അതോറിറ്റി പിരിക്കുന്ന സെസ്സാണ് കൃത്യസമയത്ത് അല്ലെങ്കിൽ അതിൽ ആ നികുതി പിരിവിൽ കൃത്യമായി ചെക്കുകൾ സമർപ്പിക്കുന്നില്ല എന്നൊരു കണ്ടെത്തൽ CAGയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ ചെക്കുകൾ അത് തുക അടയ്ക്കുന്നത് ചെക്കുകളായും DDകളുമായിട്ടാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് സർക്കാരിലേക്ക് എത്തുന്നത്, ട്രഷറികളിലേക്ക് കൈമാറുന്നത്. എന്നാൽ അത്തരത്തിൽ ട്രഷറികളിലേക്ക് കൈമാറിയതിൽ തുകകൾ കൃത്യമായി അടയ്ക്കാത്ത തുകകളും ചെക്കുകളുടെയും എണ്ണം നിരവധിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ, അതായത് CAG റിപ്പോർട്ടിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് വന്നിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വലിയൊരു സാമ്പത്തിക നഷ്ടം സർക്കാരിനുണ്ടായി എന്നാണ് ഈ CAG റിപ്പോർട്ട് പറയുന്നത്. അതായത് കൃത്യം കണക്കുകളിലേക്ക് പറഞ്ഞാൽ 556 ചെക്കുകളിൽ നിന്നും സർക്കാരിന് 313.71 ലക്ഷം രൂപ സർക്കാരിന് ലഭിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ സർക്കാരിൻ്റെ കണക്കുകളിൽ മാത്രം പറയുന്നത് 80 ലക്ഷത്തോളം രൂപ മാത്രമാണ് ലഭിക്കാനുള്ളൂ എന്നാണ് സർക്കാർ പറയുന്നത്. ബാക്കി ചെക്കുകൾ എവിടെയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ CAG ചോദിക്കുന്നത്. അതായത് 2022 മുതലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ 78.6 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളതെന്ന് അടക്കമുള്ള കണക്കുകളും ഈ CAG റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഈ കണക്കുകൾ, അതായത് നേരത്തെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കണക്കുകളുടെ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ അത്തരം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നതിന് ശേഷവും കൃത്യമായ രീതിയിൽ കണക്കുകളും തുകകളും ഈ ട്രഷറികളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ചെക്കുകളുടെ തുകകൾ ചെക്കുകളിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ CAG തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ലക്ഷങ്ങളുടെ ഒരു നഷ്ടവും ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്, ഉദ്യോഗസ്ഥർ നടത്തുന്ന അവരുടെ ഒരു കടുത്ത അനാസ്ഥയാണ് ഇത്തരത്തിൽ സർക്കാരിലേക്ക് എത്തേണ്ട തുകകൾ അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ നഷ്ടമായി പോകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ചെക്കുകൾ എവിടേക്ക് പോയി എന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് വിനിയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി സർക്കാർ തന്നെ പറയേണ്ടിയിരിക്കുന്നത്. വലിയൊരു നഷ്ടം ഈ ഇതുമായി ബന്ധപ്പെട്ട് സെസ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടായി എന്നും ഈ CAG റിപ്പോർട്ടിലൂടെ കണ്ടെത്തലിലൂടെ പറയുന്നു. വീണ. ഓക്കെ, ശരി പ്രശാന്ത്.